കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ നിങ്ങളെ കാണുവാനും ഒരുമിച്ച് കർത്താവിൻ്റെ വചനങ്ങൾ ചിന്തിപ്പാനും നമ്മുടെ ആയുസ്സിലെ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നിങ്ങളെ സുഖതയോടെയും സുഖത്തോടെയും ക്ഷേമത്തോടെയും പരിപാലിച്ചു വരുന്നു എന്ന് വിശ്വസിക്കുന്നു. ലോകത്തിനുണ്ടായിരിക്കുന്ന ഈ കഷ്ടത്തിൻ്റെ നടുവിൽ പ്രാർത്ഥനയോടെയും ദൈവാശ്രയത്തോടും കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങിപ്പാർക്കുവാൻ കർത്താവ് നമ്മെ എവരെയും സഹായിക്കട്ടെ. അല്പസമയം നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ പിന്നെയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ചില നിമിഷങ്ങൾ എടുക്കാം. വളരെ ശ്രദ്ധയോടെ കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുചെല്ലാം. അല്പസമയം നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിലെ ചില ദൈവപ്രവൃത്തികൾ നടന്ന വിഷയങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഒരു സഭാചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു ഗ്രന്ഥമാണല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളും ആഴത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം. ഇവിടെ ഈ പുസ്തകത്തിൽ നടന്നിട്ടുള്ള ചില അതിപ്രധാനമായ ദൈവപ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ 16-ാം അധ്യായം അപ്പോസ്തലനായ പൗലോസിന്റെ 2-ാം മിഷണറി യാത്രയുടെ ആരംഭത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. അപ്പോൾ ഏഷ്യ മൈനറിലൂടെയുള്ള യാത്ര, ഏഷ്യയിലുള്ള ഒരു സുവിശേഷ വിതരണ യാത്രയുമായി കടന്നു പോകാൻ അപ്പോസ്തലന്മാർ തീരുമാനിച്ചപ്പോൾ ആസിയ അല്ലെങ്കിൽ ഏഷ്യ മൈനർ സുവിശേഷത്തിന് വേണ്ടി ഒരുക്കപ്പെടാത്തത് കൊണ്ടായിരിക്കാം അവരെ പരിശുദ്ധാത്മാവ് വിലക്കി. ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിലക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നത്തേതിൽ നമുക്ക് അതിൻ്റെ ആഴത്തിലുള്ള സ്വാധീനം മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 9-ാം വാക്യം മുതൽ നാം ചിന്തിക്കുമ്പോൾ അവിടെ വെച്ച്, അതായത് ത്രോവാസിൽ ആയിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസും കൂട്ടരും ത്രോവാസിൽ അവരായിരിക്കുമ്പോൾ, ത്രോവാസിൽ വെച്ച് രാത്രിയിൽ മാസിഡോണിയക്കാരനായ ഒരു പുരുഷൻ പൗലോസിന്റെ അരികെ നിന്ന്, നീ മാസിഡോണിയയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഒരു രാത്രിയിൽ മക്കതോനിയയിലേക്ക് കടന്നു എന്ന് ഞങ്ങളെ സഹായിക്കുക എന്നുള്ള രീതിയിൽ രാത്രിയിൽ പൗലോസ് ഒരു ദർശനം കാണുന്നു. അപ്പോൾ ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മാസിഡോണിയയിലേക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു സ്ഥലത്ത് വിലക്കിയെങ്കിലും മറ്റൊരു സ്ഥലത്തോട്ട് അപ്പോസ്തലന്മാരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗിക്കുകയാണ്. യൂറോപ്പിലേക്ക് സുവിശേഷവുമായി കടന്നു പോകാൻ പരിശുദ്ധാത്മാവ് അവരെ നിയോഗിക്കുന്നു. അവിടെ ഒരു ദർശനം ഉണ്ടായി അർദ്ധരാത്രിയിൽ. ആ ദർശനം സുവിശേഷം അറിയിപ്പാനുള്ള ദൈവിക വിളിയായിട്ട് പൗലോസ് ഉൾക്കൊള്ളുകയാണ്. സുവിശേഷം അറിയിക്കാനുള്ള ദൈവത്തിന്റെ വിളി. നമുക്കുണ്ടാകുന്ന ദർശനങ്ങൾ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കാനുള്ള ഒരു പ്രേരക ഘടകമായി ദിവസങ്ങളിൽ മാറട്ടെ. അങ്ങനെ നിശ്ചയിച്ച് അവരവിടെ നിന്ന് ഒട്ടും താമസിക്കാതെ തന്നെ മാസിഡോണിയയിലേക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അപ്പൊ ദൈവം നിങ്ങൾക്കൊരു ദർശനം തന്നാൽ ഒട്ടും താമസിക്കരുത് ആ ദർശനത്തിലേക്ക് യാത്രയാകാൻ. പല ദൈവമക്കളുടെയും ജീവിതത്തിൽ ദർശനം ലഭിക്കാത്തത് കൊണ്ടല്ല, ആ ദർശനത്തിലേക്ക്
അവർ പുറപ്പെടുവാൻ ശ്രമിക്കുക. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്നതാണ്. ദൈവം ഒരു ദർശനം തന്നു കഴിഞ്ഞാൽ ആ ദർശനം എന്തെന്ന് നന്നായി മനസ്സിലാക്കുക. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് മക്കെദോന്യയിൽ സുവിശേഷം അറിയിപ്പാൻ രാത്രിയിൽ ഒരു ദർശനം കണ്ടപ്പോൾ ആ ദർശനം എന്തെന്ന് നന്നായി മനസ്സിലാക്കി അവർ ആ ദർശനത്തിന്റെ നിവർത്തിക്ക് വേണ്ടി യാത്ര തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് തന്ന ദർശനത്തിന്റെ നിവർത്തീകരണത്തിലേക്ക് ഈ ദിവസങ്ങൾ യാത്ര തിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ അവർ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി അവരവിടെ നിന്ന് യാത്രയാകുന്നു. പല സ്ഥലങ്ങളിലൂടെ ഫിലിപ്പിയിലേക്ക് ചെല്ലുകയാണ്. ആ ഭാഗം ഒരു പ്രധാന പട്ടണത്തിലേക്ക് റോമാക്കാർ കുടിയേർപ്പാർത്ത ആ ഒരു ഫിലിപ്പിൻ പട്ടണത്തിൽ ചെന്ന് അവരവിടെ പ്രേക്ഷിത പ്രവൃത്തി ആരംഭിക്കുന്നതായിട്ട് ഇപ്പൊ ഫിലിപ്പിൻ പട്ടണത്തിലേക്ക് കിട്ടും. പിൽക്കാലത്ത് ഫിലിപ്പിയില് ദൈവത്തിന്റെ സഭ ഉടലെടുത്തു. അപ്പൊ ഫിലിപ്പിയ പട്ടണത്തിലോട്ട് കർത്താവിന്റെ ദർശനവുമായി അവരവിടെ എത്തി. ഒട്ടും താമസിക്കാതെ തന്നെ അവിടെ തുതൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീയോട് അവർ കർത്താവിന്റെ വചനം സംസാരിക്കുകയാണ്. അവിടെ പ്രത്യേക പ്രാർത്ഥനാ സ്ഥലമൊന്നും അവർ കണ്ടില്ല. പുഴവക്കത്തിരുന്ന ആ സ്ത്രീകളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ തുതൈര പട്ടണക്കാരത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഏഷ്യൻ പട്ടണത്തിൽ ജീവിച്ചിരുന്ന, എന്നാൽ ബിസിനസ്സിന് വേണ്ടി യൂറോപ്യൻ പട്ടണമായ ഫിലിപ്പിയിലുള്ള ഒരു ഭാഗത്ത് വന്ന് അക്കാലത്ത് നിലവിലിരുന്ന ഏറ്റവും വിലയേറിയ വസ്ത്രത്തിന്റെ, അല്ലെങ്കിൽ രാജാക്കന്മാരും അതുപോലുള്ള ഉന്നതന്മാർ ധരിക്കുന്ന അങ്ങനെയുള്ള രക്താംബരം എന്ന് പറയുന്ന അങ്ങനെ വലിയ നിലയിൽ വലിയ വിലയേറിയ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ, അവൾ ഏഷ്യ മൈനറിലെ ഒരു പട്ടണത്തിലുള്ളവളായിരുന്നു. അവളുടെ ബിസിനസ്സിന് വേണ്ടി അവളിവിടെ താമസിച്ചു വരുമ്പോൾ, അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ആരംഭത്തിൽ അവർ ആസിയയിലോട്ട് ദൈവത്തിന്റെ വചനവുമായി പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും ഏഷ്യയിലുള്ള ഒരാളോട് തന്നെ യൂറോപ്പിൽ വെച്ച് സുവിശേഷം അറിയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ അപ്പോസ്തലന്മാരെ ഉപയോഗിക്കുകയാണ്. അപ്പം നാം സുവിശേഷം അറിയിക്കേണ്ടവരെ തക്ക സമയത്ത് സ്ഥലം മാറിയാലും ദേശങ്ങൾ മാറിയാലും നമ്മെ സമീപിപ്പിച്ചു തരിക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി അത്രേ. പ്രൈസ് ഗോഡ്. അങ്ങനെ അവരുടെ ഒന്നാമത്തെ അറ്റംപ്റ്റ്, അവരുടെ സുവിശേഷീകരണം വളരെ ഭംഗിയായി നടന്നു. അതിന് ഫലം കണ്ടു. അവിടെ ലുദിയ എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റു. അതുമാത്രമല്ല, അപ്പോസ്തലന്മാർക്കൊരു നല്ല സ്വീകാര്യത ആ പട്ടണത്തിൽ ലഭിച്ചു. അപ്പോൾ നല്ലൊരു തുടക്കം അപ്പോസ്തലനായ പൗലോസിന് തന്റെ രണ്ടാം മിഷണറി യാത്രയിൽ ദൈവത്തിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് യാത്ര ചെയ്തപ്പോൾ അവൾക്ക് അവിടെ ലഭിക്കുക. എന്നാൽ 19-ാം വാക്യം തൊട്ടാണ് ചില വ്യത്യാസങ്ങൾ, ചില ടേണിംഗ് പോയിന്റുകൾ അവിടെ സംഭവിക്കുന്നത്. നമ്മൾ 16-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തിയെ ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്ന്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ ഈ ഫിലിപ്പിൻ പട്ടണത്തിൽ അക്കാലത്ത് വിഗ്രഹാരാധനകൾ നിലനിന്നിരുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ഭാഗങ്ങളിലൂടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പൗലോസ് യാത്രയാകുമ്പോൾ ഒരു സ്ത്രീ, വെളിച്ചപ്പാടത്തിയായി ഒരു സ്ത്രീ, ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ, യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു സ്ത്രീ പൗലോസിനെയും അപ്പോസ്തലന്മാരെ നോക്കി വളരെ ഷാർപ്പായിട്ടുള്ള
ഒരു കാര്യം വിളിച്ചു പറയുന്നു. അവൾ വിളിച്ചു പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അവൾ വിളിച്ചു പറഞ്ഞത് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. പ്രൈസ് ഗോഡ്. എല്ലാവരും അല്ല. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സന്ദേശവാഹകന്മാർ ആരാണെന്ന് പിശാചിന് നന്നായിട്ടറിയാം. അവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. അത് മാത്രമല്ല, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരാണ്. അപ്പോൾ ഈ ഫിലിപ്പിൻ പട്ടണത്തിലെ ഈ ലക്ഷണം പറയുന്നവരുടെ ഉടമസ്ഥന്മാർക്കൊന്നും ഈ കാര്യം മനസ്സിലായില്ലെങ്കിലും ഈ ഭൂതം ബാധിച്ച ഈ സ്ത്രീ, ഭൂതാത്മാവിനാൽ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഈ സ്ത്രീക്ക് ഈ അപ്പോസ്തലന്മാർ ആരെന്നുള്ള കാര്യം മനസ്സിലായി. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നതാണ്. ഒരു ദിവസമൊന്നുമല്ല. അവരുടെ സുവിശേഷീകരണ യാത്രയിൽ പല നാളുകളുമായിട്ട് ഇവളെ കണ്ടിട്ടുണ്ടാകാം. പല നാളുകൾ ചെയ്തു വന്നപ്പോൾ പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പല നാൾ ചെയ്തു വന്നപ്പോൾ ഇന്നത്തെ ഒരു അപ്പോസ്തലനായിരുന്നെങ്കിൽ എന്ത് ചെയ്തനെ? അവളെ പ്രശംസിച്ച് സഭയിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിച്ചനെ. പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ ഒരു സഹോദരി ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അവൾ ഞങ്ങൾ ആരെന്നുള്ള കാര്യം വിളിച്ചു പറയുകയാണ്. അതൊരു വലിയ സാക്ഷ്യമാക്കി ഇന്നത്തെ കാലത്തെ അപ്പോസ്തലന്മാർ തീർത്തനെ. പ്രൈസ് ഗോഡ്. ഇന്ന് ഒരുപാട് ഫേക്ക് സാക്ഷ്യങ്ങൾ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ദർശനം കണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവൻ, ആത്മദൃഷ്ടി തുറക്കപ്പെട്ടവൻ, പല നാൾ അത് ചെയ്ത് അപ്പോസ്തലന്മാരെ ഒന്ന് വറുതിയിലാക്കാൻ ശ്രമിച്ചെങ്കിലും പൗലോസിനും മനസ്സിലായി അവളിലുള്ളത് ഒരു ഭൂതത്തിന്റെ ആത്മാവാണ്. ഇപ്പം നമ്മളോട് പറയുന്ന ദൂത് ചിലപ്പോൾ നമ്മെ ഉദ്യമോപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പിശാച് നമ്മളോട് ദൂതായിട്ടൊക്കെ പറയും. എന്നാൽ ആ ദൂത് ഏത് ആത്മാവിൽ നിന്ന് വരുന്നു എന്ന് ഈ ദിവസങ്ങളിൽ അതിനെ വിവേചിക്കേണ്ടുന്ന ഒരു വിവേചന ആത്മാവ് ദൈവസഭകൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൂത് പറയുന്ന വ്യക്തി, ഇപ്പൊ ഈ സ്ത്രീ ദൂത് പറയുന്നത് യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കാൻ. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവളുടെ ഓരോ കാര്യങ്ങളും, ഇവൾ മനുഷ്യന്മാരെ, അവിടെ കൂടുന്നവരെ പറ്റി, ആ ബിസിനസ് കേന്ദ്രത്തിൽ വരുന്നവരെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഈ ഭൂതാത്മാവിനാൽ ഗ്രസിക്കപ്പെട്ട അവൾ ലാഭം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ പിന്നിൽ വലിയൊരു ടീം പ്രവർത്തിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഈ സ്ത്രീ. അപ്പൊ ഇവളിൽ ബാധിക്കപ്പെട്ട ഭൂതത്തെ കൊണ്ട് അതിനൊരു വലിയ ബിസിനസ് ശൃംഖലയാക്കി നടത്തുന്നവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ നിലയിൽ ഈ ആധുനിക കാലത്തും ഭൂതത്തിന്റെ ആത്മാവിനെ തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് ഉപയോഗിക്കുന്ന എത്രയോ സാമ്രാജ്യങ്ങളും മനുഷ്യരും ഇന്നും ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ളത് ഈ വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പത്രേ. അപ്പൊ പല നാൾ ഇങ്ങനെ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ നിന്നോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. 1 ദിവസവും 2 ദിവസവും പല ആവർത്തി ഇത് തുടർന്നപ്പോൾ അപ്പോസ്തലൻ യേശു കർത്താവിന്റെ നാമത്തിൽ ആ ഭൂതത്തോട്, അവളോടല്ല, ആ ഭൂതത്തോട് കൽപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ആ ഭൂതത്തിന്റെ ആത്മാവ് അവളെ വിട്ടുപോയി. ആ നാഴികയിൽ തന്നെ. ഈ വാക്കുകളുടെ ഗൗരവം നാം മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് ഒത്തിരി അത്ഭുത ശുശ്രൂഷകളൊക്കെ നടക്കുന്നുണ്ട്, വിടുതലിന്റെ ശുശ്രൂഷകൾ. നല്ലൊരൊറ്റ ഭൂതത്തിന്റെ ആത്മാവിനെ പോലും പുറത്താക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിയുന്നില്ല. നല്ലൊരു അപ്പോസ്തലന്റെ മുഖമുദ്ര ഏത് വിഷയം വന്നാലും ഒരാഴ്ച കഴിഞ്ഞല്ലാതെ വിട്ടുപോയത്, 1 മാസമൊന്നും എടുത്തില്ല. ആ നാഴികയിൽ തന്നെ, ആ സമയത്ത് തന്നെ ഭൂതം അവളെ വിട്ടുപോയി. 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവളുടെ യജമാനന്മാർ തങ്ങൾക്കുള്ള ലാഭത്തിന്റെ ആശ പൊയ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു.
അപ്പോ ഇവളുടെ പിന്നിൽ നിൽക്കുന്നവർക്ക് മനസ്സിലായി ഭൂതം വിട്ടുപോയപ്പോൾ പ്രത്യക്ഷമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടന്നു കാണാം. അതുകൊണ്ട് ഇവളുടെ പിന്നിൽ നിന്ന യജമാനന്മാർക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ ബിസിനസ് പൊളിഞ്ഞു. അതെ, സുവിശേഷം ഏതെങ്കിലും ഒരു പട്ടണത്തിൽ കടന്നു എന്നാൽ അത് ആ പട്ടണത്തിലുള്ള ദുഷ്ടശക്തികളോട് സന്ധിയില്ലാത്ത സമരം ചെയ്യും. സുവിശേഷം പട്ടണങ്ങളിലേക്ക് കടന്നു എന്നാൽ ഭൂതങ്ങൾ പട്ടണം വിട്ട് ഓടേണ്ടി വരും. ദുരാത്മാക്ക ശക്തികൾ പട്ടണം വിട്ട് ഓടേണ്ടി വരും. വ്യക്തികളെ വിട്ട് ഇന്നലെ വരെ ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് ജനത്തെ വഞ്ചിച്ച് അതിനൊരു വലിയ ബിസിനസ് സാമ്രാജ്യം പോലെ പടുത്തുയർത്തി ഫിലിപ്പിയൻ പട്ടണത്തിൽ വാഴുന്ന അന്ധകാര മണ്ഡലങ്ങൾ സുവിശേഷം അവിടെ ചെന്നപ്പോൾ, ദൈവത്തിന്റെ ദർശനമുള്ള അഭിഷക്തന്മാർ അവിടെ ചെന്നപ്പോൾ ഭൂതം വിട്ടുപോയി. അത് മാത്രമല്ല, ചില പ്രതികൂലങ്ങൾ അവിടെ ദൈവദാസന്മാർക്ക് നേരിടുകയാണ്. അവിടെ തൊട്ട് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ നേരിടുകയാണ്. എന്താണ് ആ കഷ്ടത? അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുന്നിൽ നിർത്തി. യഹൂദന്മാരായ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പരിച്ചുരിഞ്ഞ് കോൽ കൊണ്ടവരെ അടിപ്പിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിപ്പിച്ച ശേഷം അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും വളരെ അടുപ്പിച്ച ശേഷം അവരെ തടവിലാക്കി. കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാക്കുവാൻ കൽപ്പിച്ചു. അവർ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. ഇവിടെ ഫിലിപ്പിൻ പട്ടണത്തില് ആദ്യം അവർക്കൊരു നല്ല സ്വീകാര്യത ഉണ്ടായി. എന്നാൽ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു ക്വാറന്റൈനിലോട്ടൊക്കെ പോകുന്ന രീതിയിൽ അപ്പോസ്തലന്മാർക്ക് ആ പട്ടണത്തിൽ പ്രവർത്തിപ്പാൻ കഴിയാത്ത രീതിയിൽ ഭൂതം വിട്ടുപോയപ്പോൾ ആ ഭൂതത്തിന്റെ ശക്തികൾ വെറുതെ ഇരുന്നില്ല. അത് ജനത്തെ ഇളക്കി, ജാതീയ ശക്തികളെ ഇളക്കി. അപ്പോസ്തലന്മാർക്ക് ശാരീരികമായിട്ട് അവിടെ വളരെ പീഡനങ്ങൾ നേരിടുകയാണ്. ഇത് സത്യമത്രേ. പ്രൈസ് ഗോഡ്. ശാരീരികമായിട്ട് പൗലോസിനും ശീലാസിനും അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടായി. അതുമാത്രമല്ല, അവരെ എന്ത് ചെയ്തു? അവർ അവിടുത്തെ റോമൻ കാരാഗ്രഹത്തിനകത്ത്, ഫിലിപ്പിയിലുള്ള കാരാഗ്രഹത്തിനകത്ത് അവർ കഠിനമായ കൽപ്പന കിട്ടുകയാൽ അകത്തെ തടവിലാക്കി അവരുടെ കാലുകളെ ആമത്തിലിട്ട് പൂട്ടി. പ്രൈസ് ഗോഡ്. 25-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. ഈ 16-ന്റെ തന്നെ 9 നാം വായിച്ചു പോയത് രാത്രിയിലാണ് പൗലോസിന് ഈ ദർശനം ഉണ്ടായത്. അർദ്ധരാത്രിയിലാണ് മക്കദോനിയയിലേക്ക് പോയി കർത്താവിന്റെ വചനം സംസാരിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൺഫർമേഷൻ, ദൈവത്തിന്റെ ദർശനം ഉണ്ടായത്. എന്നാൽ ആ ദർശനത്തിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്ന് ദൈവം വെളിപ്പെടുത്തിയില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ദർശനത്തിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ ദൈവം മറച്ചുവെച്ചു എന്ന് വരാം. അതെല്ലാം നമ്മുടെ നന്മയ്ക്കായത്രേ പ്രിയ ദൈവവൈതലേ. ഈ റോമൻ കാരാഗ്രഹത്തിനകത്ത് അർദ്ധരാത്രിയിൽ ദർശനം തുടങ്ങിയവൻ, അർദ്ധരാത്രിയിൽ ദർശനം കണ്ടവൻ, അവൻ പതറുന്നവനല്ല. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. മിഡ് നൈറ്റ്. പ്രൈസ് ഗോഡ്. അവരുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രി എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും അകത്തെ കാരാഗ്രഹത്തിനകത്ത് കാലൊക്കെ ആമത്തിലിട്ട് പൂട്ടി. ഇനി സുവിശേഷത്തിനു വേണ്ടി ഒത്തിരി സഞ്ചരിച്ച കാലുകളെ ആമത്തിലിട്ട് പൂട്ടി. അവരെ അടുത്ത് മരണശിക്ഷ കൊടുക്കാൻ വേണ്ടി ശരീരത്തെ മുഴുവനും അടിച്ച്, കോൽ കൊണ്ട് അടിച്ച് നശിപ്പിച്ച്, അടുത്ത് അവരെ കൊല്ലാൻ വേണ്ടിയുള്ള കൽപ്പനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച്
ദൈവത്തെ പാടി സ്തുതിച്ചു. അതെ, ഈ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? വേണമെങ്കിൽ പൗലോസിനും ശീലാസിനും അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ആഴത്തിലുള്ള മുറിവുകൾ, പകലുണ്ടായ പ്രതിസന്ധിയിൽ ഒന്ന് തളർന്ന് വിശ്രമിക്കാനുള്ള സമയമാണ് ആ സമയം. എന്നാൽ അവരൊട്ടും കഴിഞ്ഞില്ല. ആ ജയിലറ ഒന്ന് ശാന്തമായപ്പോൾ, നമുക്കറിയാം ജയിലറകൾക്കുള്ളിൽ എപ്പോഴും ഒരു ജയിൽ ഉള്ളറകൾക്കകത്ത് സംഭവിക്കുന്നത് എന്താ? എപ്പോഴും നിലവിളി, അല്ലെങ്കിൽ ശാപം, ഇങ്ങനെയുള്ള വാക്കുകൾ നിരന്തരമായി കേൾക്കുന്ന ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ ഒത്തിരി കാലഘട്ടം കൊണ്ടും ആ ജയിലറകളിൽ കഴിയുന്നവര് അവരുടെ ഞരക്കത്തിന്റെയും കഷ്ടത്തിന്റെയും മുറവിളിയും അതുപോലുള്ള ഞരക്കത്തിന്റെ ഒരവസ്ഥ എപ്പോഴും ഉയരുന്ന ഒരു അന്തരീക്ഷമാണ് ജയിലിന്റെ ഉള്ളറകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ എന്താ പറയുന്ന? അർദ്ധരാത്രിക്ക്, മിഡ് നൈറ്റ്, എല്ലാം ഒന്ന് ശാന്തമായപ്പോൾ, ജയിലറകളൊന്ന് ശാന്തമായപ്പോൾ, അവിടുത്തെ ആരവാരങ്ങളൊന്ന് ശാന്തമായപ്പോൾ, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ഒരു ശരീരത്തിന് ക്ഷീണമുണ്ട്, കാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, കാരാഗ്രഹത്തിന്റെ ഉള്ളിലാണ്. എന്നാൽ പ്രൈസ് ഗോഡ്, അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രൈസ് ഗോഡ്, അവർ പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. ഇന്നത്തെ ഈ അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, ദൈവത്തെ പാടി സ്തുതിക്കാൻ തയ്യാറാകുക. അല്ലെന്നുണ്ടെങ്കിൽ നാം ഏതെങ്കിലും മേഖലയിൽ നമുക്ക് സംഭവിച്ച കാര്യത്തിൽ പഴി പറഞ്ഞിരിക്കാനല്ല, ഇതെന്റെ ദർശനത്തിന്റെ ഫാൾട്ടാണ്, ഈ വഴിയിൽ ഞങ്ങളെടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് ചിന്തിക്കാനല്ല. നീ ആയിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിൽ നീ ദൈവത്തെ പാടി സ്തുതിക്കാൻ തയ്യാറാകുക. എന്താ അവിടെ സംഭവിച്ചത്? തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മിഡ് നൈറ്റും അവർ പാടിയപ്പോൾ അവിടുത്തെ തടവുകാരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ ഇങ്ങനെ ഒരു തടവ് പുള്ളികൾ ഇവിടെ വന്നിട്ടില്ല. എന്നാൽ അവർക്ക് വ്യത്യസ്തമായ, അന്നുവരെ ആ കാരാഗ്രഹത്തിൽ ഉയർന്നുകൊണ്ട് ഒരു നാഥമല്ല അവിടെ കേൾക്കുന്നത്. ഇവിടെ കാരാഗ്രഹത്തിനകത്തൊരു പാട്ട് കേൾക്കുകയാണ്, ഒരു പ്രാർത്ഥന ഉണ്ടാകുന്നു. അവർ ദൈവത്തെ സ്തുതിച്ചു. കാരാഗ്രഹ തടവുകാർ അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ വില അറിയത്തില്ല, നമ്മുടെ പാട്ടിന്റെ വില അറിയത്തില്ല. നമ്മൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രദ്ധിക്കുന്ന ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, ആരാധനയ്ക്ക് വിലയുണ്ട്, ദൈവത്തിന്റെ ആശ്രയത്തിന് വിലയുണ്ട്. അവർ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു, അത് തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? 26 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. പ്രൈസ് ഗോഡ്, അവർക്ക് വേണ്ടി ആരും പ്രതികരിച്ചില്ല. അന്ന് രാത്രിയിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിൽ തുറന്നുപോയി. ദൈവത്തിന്റെ അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചപ്പോൾ, അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ, പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. പ്രാർത്ഥിക്കുക, പാടുക, ദൈവത്തെ സ്തുതിക്കുക. അത്രയും കാര്യം ചെയ്തപ്പോൾ എന്താ സംഭവിച്ച? വലിയൊരു ഭൂകമ്പം ദൈവം അയച്ചു. അത് മാത്രമല്ല, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. അവരായിരുന്ന കാരാഗ്രഹങ്ങൾ, എല്ലാ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലുകളെ ദൈവം തുറന്നു. സ്വാതന്ത്ര്യം വരുത്തുന്നതാണ് സുവിശേഷം. വാതിലുകൾ തുറന്നുപോയി. എല്ലാവരുടെ ചങ്ങലയും അഴിഞ്ഞു വീണു എന്നാ വചനം പറയുന്നത്. ആരാധിച്ചത് 2 പേരാണെങ്കിലും ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ എല്ലാവരുടെയും ബന്ധനങ്ങൾ അഴിഞ്ഞു. ഒരു കുടുംബത്തിൽ നീ ഒറ്റയ്ക്കായിരിക്കാം ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ജീവിതമേ, നീ ഒറ്റയ്ക്ക് വിശ്വസ്തയോടെ ദൈവത്തിനു വേണ്ടി നിന്നാൽ നിന്റെ ആരാധന നിമിത്തം നിന്റെ കുടുംബത്തിന്റെ ആകമാനം ബന്ധനങ്ങളെ ദൈവം ഈ ദിവസങ്ങളിൽ അഴിക്കും. നീ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടര്, നീ ആരാധിച്ചുകൊണ്ട് തന്നെ തുടര്, നീ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെ തുടര്. അർദ്ധരാത്രികളിൽ കാരാഗ്രഹത്തെ ഇളക്കി മറിക്കുന്ന അഭിഷേകത്തിന്റെ വ്യാപാരമയക്കാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വാതിലുകൾ തുറന്നു. ചങ്ങലകൾ, എല്ലാവരുടെയും ചങ്ങലകൾ അടിഞ്ഞു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു എന്നാ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുൻപ് പൂട്ടി ചാവിയും കൊണ്ടുപോയ കാരാഗ്രഹ പ്രമാണിയുടെ ഉറക്കം പോലും അവതാളത്തിലായി. അവനിപ്പോൾ ഒരു ഭയത്തിലായി. ഉറക്കമുണർന്ന്
കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാര് ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിക്കുകയാണ്. പൗലോസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്. പൗലോസ് ഇവിടെ പെട്ടെന്നൊരു ഇടപെടൽ നടത്തുവാണ്. അല്ലെങ്കിൽ ആ കാരാഗ്രഹ പ്രമാണി സ്വയം നശിച്ചന്. കാരണം അവന്റെ അധികാരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ തടവ് പുള്ളികളെല്ലാം ഓടിപ്പോയെന്ന് കഴിഞ്ഞാൽ പിന്നെ അധികാരികൾ ഇവനെ വെച്ചേക്കത്തില്ല. എന്നാല് പൗലോസ് അവിടെ പറയുവാണ്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. അവന് വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുൻപിൽ വീണു. ദൈവത്തിന്റെ അഭിഷക്തന്മാർ കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് ബലമായി പിടിച്ചുകൊണ്ട് ഏറ്റവും കാരാഗ്രഹത്തിന്റെ ഉള്ളിലിട്ട് പൂട്ടിയ, കാലൊക്കെ ആമത്തിലിട്ട് പൂട്ടിയ ഈ മനുഷ്യൻ വിറച്ചുകൊണ്ട് അഭിഷക്തന്മാരുടെ മുന്നിൽ വീഴുകയാണ്. ഇന്നലെ വരെ നിന്നെ ബന്ധിച്ചു കൊണ്ടുപോയവർ നിന്റെ മേലൊരു ദൈവപ്രവൃത്തി വ്യാപരിച്ചാൽ, നിന്റെ പാട്ടെന്ന ആയുധം, നിന്റെ പ്രാർത്ഥന എന്ന ആയുധം, നിന്റെ ആരാധനയുടെ ആയുധം നീ തിരിച്ചെടുത്താൽ, അവരൊക്കെയും നിന്റെ മുന്നിൽ വീഴത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും. ഈ കാരാഗ്രഹ പ്രമാണി ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ മുന്നിൽ വീണു. അവൻ്റെ ചോദ്യം ചോദിച്ചു. അവരെ പുറത്തു കൊണ്ടുവന്നപ്പോൾ പൗലോസിനോട് ചോദിക്കുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. ഈ രക്ഷ എന്നുള്ള ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കാരാഗ്രഹത്തിനകത്തായത്. ഇവരുടെ മേൽ കൊടുത്തിരിക്കുന്ന കുറ്റം എന്താണ്? അത് ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഇവർ ആ ചന്തസ്ഥലത്ത് നിന്നപ്പോൾ ആ ഭൂതബാധിതയായ സ്ത്രീ വിളിച്ചു പറഞ്ഞ 2 വാക്കുകൾ. ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, ഇവർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരാണ്. അങ്ങനെ ആ സ്ത്രീ സംസാരിച്ചപ്പോഴാണ് ആ ഭൂതത്തെ പൗലോസ് ശാസിക്കുന്നത്. ഇവരുടെ മേലുള്ള കുറ്റം എന്താണെന്നുള്ളത് ഈ കാരാഗ്രഹ പ്രമാണിക്കും അറിയാമായിരുന്നു. കാണാം, ഈ ജയിലറയിൽ അവരടയ്ക്കാൻ കൊണ്ടുവന്നപ്പോൾ ഇതെല്ലാം പബ്ലിക്കായി കാണാം, ജനത്തിന്റെ സംസാര വിഷയമായി കാണാം. ഈ കാരാഗ്രഹ പ്രമാണി ആരോടെങ്കിലും ചോദിച്ചു കാണാം, എന്താണ് ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. ഇപ്പോൾ ഇദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞു കാണാം, ഇവരിങ്ങനെ ചന്തസ്ഥലത്ത് വന്നപ്പോൾ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നമ്മളുടെ ഇവിടത്തെ ഇന്ന സ്ത്രീ, അല്ലെങ്കിൽ നന്നായിട്ട് ലക്ഷണം പറയുന്ന ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, രക്ഷാമാർഗമാണ് ഇവർ അറിയിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആ വാക്ക് ഈ മനുഷ്യൻ ഇപ്പോൾ ഓർത്ത് കാണാം. അത് ഓർത്തിട്ടായിരിക്കാം പൗലോസിനോട് ചോദിക്കുന്നത്, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ കാരാഗ്രഹ പ്രമാണിക്ക് ഒരു കാര്യം മനസ്സിലായി, രക്ഷയുടെ ദൂത് നൽകുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരാണ്. രക്ഷ പ്രാപിപ്പാൻ എന്തു ചെയ്യണം? അവിടെ ഇങ്ങനെ ഒരു വലിയ ചോദ്യത്തിന്റെ പ്രസക്തി ഒന്നുമില്ല. എങ്കിലും അന്ന് രാത്രി ദൈവപ്രവൃത്തി ആ കാരാഗ്രഹത്തിനകത്ത് വെളിപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു രക്ഷ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോസ്തലന്മാർ കൊടുത്ത മറുപടി എന്താ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നിങ്ങൾ ആരായാലും ശരി, ഏത് വലിയ കാരാഗ്രഹ പ്രമാണിയായിരുന്നാലും കൊള്ളാം, അധികാരം കൊണ്ടും പദവി കൊണ്ടും ഒത്തിരി ആൾക്കാരെ നിയന്ത്രിക്കുന്നവരായിരിക്കാം നിങ്ങൾ. എന്നാൽ നിനക്ക് രക്ഷയ്ക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത്യുന്നതന്റെ വിശ്വസ്ത സേവകർ വിളിച്ചു പറയുവാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഈ ആയുസ്സിൽ നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പിന്നെ അവൻ കർത്താവിന്റെ വചനം അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ തഴുകി താനും തനിക്കുള്ളവരും എല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. ഇവിടെ അപ്പോസ്തലന്മാർ ഉപദ്രവിച്ചവർ, കാരാഗ്രഹത്തിലിട്ട ഈ കുടുംബം തന്നെ തിരിച്ച് അപ്പോസ്തലന്മാർക്ക് ശുശ്രൂഷ ചെയ്യുന്ന, അവിടെ മുറിവുകളെ തഴുകുന്ന
അതിന്റെ മരുന്ന് വെച്ച് കെട്ടുന്ന വലിയൊരു ശുശ്രൂഷ, ഒരു ആദരണീയമായ ഒരു അവസ്ഥയിലേക്ക് അപ്പോസ്തലന്മാരുടെ നിലയെ ദൈവം അവിടെ മാറ്റുകയാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അത് മാത്രമല്ല, ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, ആ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും താമസിയാതെ സ്നാനമേറ്റു. അപ്പൊ നീ രക്ഷയുടെ സന്ദേശം കേട്ട് കഴിഞ്ഞാൽ പിന്നെ വട്ടം ചുറ്റി നടക്കാതെ താമസിയാതെ സ്നാനമേറ്റോണം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. രക്ഷയുടെ സന്ദേശം നിന്റെ ചെവികളിലെത്തിയാൽ പിന്നെ താമസിപ്പിക്കരുത്. പിന്നെ നേരമാകട്ടെ, വയസ്സാകട്ടെ, മറ്റൊരവസരത്തിലാകട്ടെ എന്ന് പറയാതെ രക്ഷയുടെ സന്ദേശം നിനക്ക് ലഭിച്ചാൽ, നിന്റെ കുടുംബത്തിന് ലഭിച്ചാൽ, താമസിയാതെ നീ സ്നാനം ഏൽക്കണം. അപ്പൊ സ്നാനമേറ്റപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ. ഇന്നലെ വരെ മറ്റ് പല രീതിയിലും, മറ്റു പല വിശ്വാസം, ഭൂതങ്ങളുടെ ഉപദേശങ്ങളിലും അല്ലെങ്കിൽ ലക്ഷണങ്ങളിലും ഒക്കെ പറയുന്നതിലൊക്കെ വിശ്വസിച്ചു നടന്ന ഈ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ശരിയായ രക്ഷയിലോട്ട് കടന്നു വന്നപ്പോൾ, ശരിയായ രക്ഷകനെ കണ്ടുമുട്ടിയപ്പോൾ, താമസിക്കാതെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചപ്പോൾ വീട്ടിൽ മുഴുവനും ഒരു ആനന്ദമുണ്ടായി. നിന്റെ ഭവനം ഒരു ആനന്ദത്തിന്റെ ഭവനമായി തീരണമെങ്കിൽ കർത്താവിന്റെ കൽപ്പനയ്ക്ക് നിന്റെ കുടുംബത്തിനകത്ത് മുഖ്യ പ്രാധാന്യം കൊടുക്കുക. പ്രൈസ് ഗോഡ്. അതുമാത്രമല്ല, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ നടക്കുന്ന കുടുംബങ്ങളിൽ പലപ്പോഴും ആനന്ദമില്ല. ഭർത്താവും ഭാര്യയുമായിട്ടുള്ള ജീവിതത്തില്, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ, മറ്റുള്ള റിലേഷനുകളിൽ നന്നായി വരുന്നില്ല. കാരണം എന്താ? കൽപ്പനകളിൽ വിശ്വാസം കേട്ടു, അത് ശരി തന്നെ, രക്ഷയുടെ സന്ദേശം കേട്ടു, പക്ഷേ താമസിപ്പിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ നീ അതിനെ ലേറ്റാക്കുന്നത് കൊണ്ട് എന്തോ സംഭവിക്കുന്നു? ആനന്ദമുണ്ടാകുന്നില്ല. ദൈവകൽപ്പനെ ശരിയായ സമയത്ത് അപ്പോസ്തലന്മാർ അവരെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നപ്പോൾ തന്നെ, അവർ പോയതിനു ശേഷമല്ല. ഈ കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചെന്ന് വരത്തില്ല. അപ്പോസ്തലന്മാർ അവിടെ ഉള്ളപ്പോൾ തന്നെ അവർ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിധേയരായി. ഒരു വലിയ ആനന്ദം ആ കുടുംബത്തിനകത്ത്. ഇന്ന് നിനക്ക് ഒരുപാട് സാധ്യതകളുണ്ട് വചനം കേൾക്കാൻ, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ. ആ സാധ്യതകൾ അടയുന്നതിന് മുൻപ്, ആ സാധ്യതകൾ നഷ്ടമാകുന്നതിന് മുൻപ് ഈ ദിവസങ്ങൾ ദൈവ കൽപ്പന അനുസരിച്ച്, ദൈവ കൽപ്പനയുടെ, ദൈവത്തിന്റെ ദൈവിക വിശ്വാസത്തിന്റെ ആനന്ദത്തിലോട്ട് ഈ ദിവസങ്ങൾ കടന്നു വരുവാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. സത്യദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ആ കുടുംബത്തിനകത്തൊരു ആനന്ദമുണ്ടായി. അന്നു വരെ അവർക്ക് ലഭിക്കാൻ കഴിയാത്തൊരു വലിയ ആനന്ദമുണ്ടായി. ആ കാരാഗ്രഹത്തിനകത്ത്, ആ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ആനന്ദം വെളിപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, സമയം ഇനി അധികമില്ല. ഈ കാലം, നാം ആയിരിക്കുന്ന ഈ സമയം ഏറ്റവും കടസി സമയമത്രേ. ഇന്ന് നാം സുവിശേഷം അറിയിക്കാത്തതിന്റെ വില ഇന്ന് എന്തെന്ന് നാം മനസ്സിലാക്കുന്നു. ഇന്ന് മുമ്പൊക്കെ നമുക്ക് നല്ല സമയമുണ്ടായിരുന്നു ഒരു ദേശത്ത് കടന്നുപോയി സുവിശേഷം അറിയിക്കാൻ. ഇനി നമുക്കതിന് കഴിയുമോ? ഗ്രാമങ്ങളിലോട്ട് കടന്നു പോകാൻ, പട്ടണത്തിലോട്ട് കടന്നു പോകാൻ തടസ്സങ്ങളില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ സ്ഥിതി ഒന്ന് ചിന്തിച്ചേ. ഇനി ഒരു വേള അത് ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. കാരണം സ്ഥിതികൾ ഇന്നെല്ലാം അടയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തിൽ നാം കാലതാമസം വരുത്തിയാൽ പിന്നെ അയ്യോ, എനിക്ക് അന്ന് സമയമുള്ളപ്പോൾ, അന്ന് എനിക്ക് നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നാം ദുഃഖിക്കേണ്ടി വരും. ഇവിടെ പൗലോസ് 6-ാം വാക്യത്തിൽ മക്കദോനിയെക്കുറിച്ചുള്ള ദർശനം കിട്ടിയപ്പോൾ ആ സമയത്തെ താൻ ബഹുമൂല്യമായി ചിന്തിച്ചുകൊണ്ട്, ആ തിടുക്കത്തോടെ ക്ലേശങ്ങൾ വരുമെന്ന് ചിന്തിക്കാതെ കർത്താവിന്റെ വാക്ക് കേട്ടവർ ഇറങ്ങി തിരിച്ചതുകൊണ്ട് വലിയ പ്രവൃത്തികൾ കർത്താവിന്റെ വചനത്തിലൂടെ വെളിപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. കാരാഗ്രഹത്തിനകത്തും പാട്ടും പ്രാർത്ഥനയും ദൈവിക സ്തുതികളോടെ അവർ നിലകൊണ്ടപ്പോൾ അവർക്ക് വേണ്ടി
കർത്താവ് കാരാഗൃഹത്തിനകത്ത് വൻകാര്യങ്ങൾ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, ഭൂകമ്പങ്ങളെ അയച്ചു. ഈ ദിവസങ്ങളിൽ ഈ പ്രത്യേക സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടരാം. ഈ ബന്ധിക്കപ്പെട്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാലാമത്തിലായിരിക്കുന്ന ഈ സമയത്തും സഭകൾ നമ്മുടെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മുടെ ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. സുവിശേഷവുമായി പോകാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ ബന്ധിക്കപ്പെട്ട സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ, പാടുവാൻ കഴിയട്ടെ, ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയട്ടെ. ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ വ്യാപരിക്കും. ആ ഫിലിപ്പിൻ കാരാഗൃഹത്തിനകത്ത് ഇറങ്ങിയ ദൈവത്തിന്റെ ശക്തി തീർന്നു പോയിട്ടില്ല. ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് ജീവിക്കുന്നു. ആരെങ്കിലും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിന്റെ ഭവനം ഒരു ആനന്ദത്തിന്റെ ഭവനമാകേണ്ടതിന് ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവിടെ വലിയ ആനന്ദമുണ്ടായി. ആനന്ദമുണ്ടാകണമെങ്കിൽ നീ ദൈവകൽപ്പന അനുസരിക്കുക. ഇനി സമയം ലഭിച്ചു എന്ന് വരത്തില്ല, ഇനി ഇതുപോലൊരു സമയം നിനക്ക് ലഭിച്ചെന്ന് വരത്തില്ല. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ഗോഡ്. ഈ രക്ഷയുടെ സന്ദേശം കർത്താവ് സൗജന്യമായി നിങ്ങളെ കേൾപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങൾ മാറട്ടെ. ദേശത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, രാജ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ വ്യാപരിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കാം, അതിനായി സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, വാത്സല്യമുള്ള പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഫിലിപ്പിൻ പട്ടണത്തിൽ നിന്റെ വചനവുമായി കടന്നു എന്ന അപ്പോസ്തലനായ പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ അനുഭവിച്ച ചില കാര്യങ്ങളെ വചനത്തിലൂടെ ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. അവിടെ ദർശനത്തെ സമാപ്തിയിലേക്ക് നീ കൊണ്ട് എന്ന ദൈവമാണ്. അതുമാത്രമല്ല, അവരുടെ ദർശനത്തില് കാരാഗൃഹ പ്രമാണിയും കുടുംബവും അവർ രക്ഷ പ്രാപിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന ഈ പ്രത്യേക സമയത്തിൽ ഈ കാരാഗൃഹ അവസ്ഥയ്ക്കകത്ത് പാടാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ സ്തുതിക്കാനും അത് മറ്റുള്ളവർക്കൊരു വിടുതലായി തീരാൻ ഞങ്ങളുടെ ആരാധന, ഞങ്ങളുടെ ദേശം ശ്രദ്ധിക്കട്ടെ. പൗലോസും ശീലാസും ആ മിഡ് നൈറ്റിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗൃഹ പ്രമാണിയും കുടുംബവും അല്ലെന്നുണ്ടെങ്കിൽ കർത്താവെ അവിടെ ആയിരുന്നവര് അവരുടെ ആരാധന ശ്രദ്ധിച്ചതുപോലെ ഈ അടയ്ക്കപ്പെട്ട സമയത്തും പ്രാർത്ഥന ആരാധനയും കുടുംബങ്ങൾക്കകത്ത് ഉയർന്ന് അതനേകരുടെ രക്ഷയ്ക്കും വിടുതലിനും അനേകർ വെളിച്ചം ചോദിച്ച് ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നതിന് കാരണമായി തീരട്ടെ. ദൈവം വലിയ കാര്യങ്ങൾ ദേശത്ത് ചെയ്യണമേ. വലിയ കാര്യങ്ങൾ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാത്തത്, ബുദ്ധി ജ്ഞാന ചുമക്കുന്നവർക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യും. വിവിധ രാജ്യങ്ങളിൽ കഷ്ടത്തോടെ ദിവസങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവരെ ആശ്വസിപ്പിക്കണമേ. അവരായിരിക്കുന്ന സ്ഥാനത്ത് നീ അവരെ സൂക്ഷിക്കണമേ. ഈ കോവിഡ് എന്നുള്ള രോഗം ആരെയും തൊടാൻ ദൈവം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ, നിന്നിൽ ആശ്രയിക്കുന്നവരെ അവിടെ നിന്ന് സൂക്ഷിക്കും. പ്രൈസ് ഗോഡ്. അവരേത് കാരാഗൃഹത്തിലായിരുന്നാലും നിന്റെ പ്രൊട്ടക്ഷൻ, പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗൃഹത്തിലുണ്ടായിരുന്നപ്പോൾ അവർ പാടി സ്തുതിച്ചപ്പോൾ ദൈവം അവരോട് കൂടെ ഉണ്ടെന്നുള്ളത് അവിടെ ദൈവം വെളിപ്പെടുത്തിയതുപോലെ ചില ചലനങ്ങളിലൂടെ പ്രൈസ് ഗോഡ് ചില ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് ചില വാതിലുകളെ തുറന്നുകൊണ്ട് ദൈവം അവരോട് കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയത്തക്ക നിലയിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടതുപോലെ ഞങ്ങളായിരിക്കുന്ന കുടുംബങ്ങൾക്കകത്ത്, ദേശത്തിനകത്ത് നിന്റെ ജനത്തോടു കൂടെ ദൈവമുണ്ടെന്ന് ജാതികൾ അറിയേണ്ടതിന് ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിക്കുന്ന സുവിശേഷം, എല്ലാ കെട്ടുകളും അഴിക്കുന്ന സുവിശേഷം, ഭൂതങ്ങളെപ്പോലും ദേശത്തു നിന്ന് ഓടിച്ചു കളയുന്ന സുവിശേഷം ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിന്റെ മഹത്വം ജനമറിയാം. ജനഹൃദയങ്ങളെ കർത്താവ് തുറക്കണമേ. സുവിശേഷത്തിന്റെ മഹത്വം എന്തെന്ന് ആ വലിയ ബിസിനസ്സുകാരിയായ സ്ത്രീ അറിഞ്ഞതുപോലെ, കാരാഗൃഹ പ്രമാണി അറിഞ്ഞതുപോലെ സുവിശേഷത്തിന്റെ മഹത്വം എന്തെന്ന് പട്ടണങ്ങൾ അറിയാൻ, രാജ്യങ്ങൾ അറിയാൻ, പ്രമാണിമാർ അറിയാൻ അവിടെ ഹൃദയങ്ങളെ ഈ ദിവസങ്ങളിൽ ആത്മാവായവൻ തുറക്കും. വലിയ കാര്യങ്ങളെ ദൈവം അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കും. സഭയെ ഈ ദിവസങ്ങളിൽ അതിനുപയോഗിക്കും. മിഷണറിമാരെ അതിന് ഈ ദിവസങ്ങളിൽ ദൈവം ഉപയോഗിക്കും. മിഷണറിമാരായിട്ട്
പ്രവർത്തിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ദിവസം ശക്തരായി തീരട്ടെ. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥനയിൽ തുടരാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. മറ്റൊരു വചനചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.